മേലിലുള്ള എന്താ കരാളി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പല്ലികളുടെ പേര് പറയുന്നുണ്ട്. കാടരാത്രി കരാളി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പേരുകൾ പറയുന്നുണ്ട്. മേൽപ്പല്ലാണോ കടിച്ചത്, കടിച്ചിട്ട് ഇത്ര ദൈർഘ്യം നേരെ അവിടെ വെച്ചിട്ടുണ്ടിരുന്നു, ഈ പാമ്പ് 7 ദിവസം പത്നിയായിരുന്നു, അതിന്റെ വിഷം ഉപയോഗിച്ചിട്ടുണ്ടോ, അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് ഈ വരുത്തി കൊത്തിക്കണം അതിന്റെ വിഷം ഉപയോഗിക്കില്ല. 15 ദിവസമൊക്കെ പട്ടിണി കിടക്കുന്ന പാമ്പ് എന്ന് പറഞ്ഞാൽ വിഷം ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ വിഷസഞ്ചിയിൽ അത്രയും സ്റ്റോറിങ് കിടക്കുന്നുണ്ട്. ഒരു എലിയിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്തിട്ട് കുറച്ചൊരു വിഷം കുറയുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്ന സംശയമുണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ച പാമ്പിന് വലിയ അപകടം ഇല്ല എന്ന് പറയുന്നുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച്. പക്ഷെ ഇവരുടെ ശാസ്ത്രം അനുസരിച്ചിട്ട് ഒരാളെ കടിക്കാൻ പോകുന്നതിന് മുന്നേ ഈ പാമ്പ് തയ്യാറായിട്ടിരിക്കും, ഈ കാലം പാമ്പ് തയ്യാറായിട്ടിരിക്കും വ്രതത്തോടു കൂടി ഇവരെ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കടിച്ചു കഴിഞ്ഞാലും ഈ കടിച്ചവന്റെ സറൗണ്ടിങ്ങിൽ ഇത്ര കിലോമീറ്റർ ദൂരെ അവരിങ്ങനെ ഉണ്ടാവും, സർപ്പങ്ങൾ ഉണ്ടാവും.